അഴീക്കോട് നീർക്കടവിൽ ക്ഷേത്രോത്സവത്തിനിടെ വെടിക്കെട്ട് അപകടം. അമിട്ട് ആൾക്കൂട്ടത്തിനിടയിൽ വീണ് പൊട്ടുകയായിരുന്നു. 5 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. അഴീക്കോട് നീർക്കടവ് മുച്ചിരിയൻ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ 4:30-യോടെയാണ് വെടിക്കെട്ട് അപകടം നടന്നത്. വയനാട്ടുകുലവൻ തെയ്യക്കോലം ഇറങ്ങാൻ നേരത്താണ് പടക്കം പൊട്ടിച്ചത്. ഇതിനിടയിൽ ഗുണ്ടുപോലുള്ള പടക്കം ആൾക്കൂട്ടത്തിനിടയിൽ വീണ് പൊട്ടുകയായിരുന്നു. സ്ഫോടനത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. ഇതിൽ അർജുൻ എന്നയാളുടെ നില ഗുരുതരമാണ്. ഇയാളെ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ മറ്റുള്ളവരെ കണ്ണൂർ മിംസ്, കിംസ്, ശ്രീചന്ദ് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആദിത്, നിതിൻ എന്നിവരെയാണ് മിംസിൽ പ്രവേശിപ്പിച്ചത്. സുനിൽകുമാർ, നികേത് എന്നിവരെ കിംസ്, ശ്രീചന്ദ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ക്ഷേത്ര ഉത്സവത്തിന് അനുമതി വാങ്ങിയിരുന്നുവെങ്കിലും വെടിക്കെട്ടിന് അനുമതി ഉണ്ടായിരുന്നില്ലെന്ന് വളപട്ടണം SHO കാർത്തിക് പറഞ്ഞു. ആൾറെഡി അവർ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. പടകത്തിക്കല്ല, ഈ പരിപാടിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. 13-ാം തീയതി വന്ന്, എന്നാൽ പടകം അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇപ്പോൾ ഞങ്ങൾ സുമോട്ടോമായിട്ട് FIR രജിസ്റ്റർ ചെയ്യും. പിന്നെ എല്ലാം ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ അത് ഞങ്ങൾ പ്രോഗ്രസ് ചെയ്യും. ഈ കമ്മിറ്റിക്കാർ പറയുന്നത് അവരുടെ കെയർ ഓഫിലല്ല, അവരറിഞ്ഞുകൊണ്ടല്ല ഇത്തരം പടക്കം പൊട്ടിച്ചത്, മറ്റാരോ ആണെന്നാണ്. അതെല്ലാം അന്വേഷണത്തിൽ വരിക, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അതിന് മുന്നേ നമ്മൾ പ്രൈമ ഫേസി ഇത് കളക്ട് ചെയ്യും. ഇപ്പോൾ സയൻറ്റിഫിക് പറഞ്ഞിട്ടുണ്ട്, സയൻറ്റിഫിക് ഓഫീസറോട്. അവർ വന്ന് എല്ലാം കളക്ട് ചെയ്യും. പിന്നെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. അതിൽ എല്ലാം റിവീലാവും. ഇതിൽ പടക്കം പൊട്ടിക്കാൻ അനുമതിയില്ല, പെർമിഷൻ ഇല്ല. പടക്കം പൊട്ടിക്കാൻ അവർ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. ജനറലായിട്ട് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ്ക്ക് അനുമതിയല്ല. അതും 4:30 മണിക്ക് ബാൻഡാണ്. 4:30 മണിക്ക് 10 to 6 എന്ത് എക്സ്പ്ലോസീവും എവിടെയും അനുമതിയില്ല. ഉത്സവത്തിന് എത്തിയവർ സംഘടിച്ച പടക്കം പൊട്ടിച്ചതാകാമെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി വെടിക്കെട്ട് നിശ്ചയിച്ചിരുന്നില്ല. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് പറഞ്ഞു. ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്ത് പരിശോധന നടത്തും. ചൈനീസ് പടക്കമാണ് പൊട്ടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. നാടൻ ഗുണ്ടുപോലുള്ള പടക്കം പൊട്ടിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.